വെള്ളിയാഴ്ചവരല്ലേ അൽ-കഹ്ഫില് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കഥ പറയുന്നുണ്ട്. അതില് ഒരു കഥ തംകീനിന്റെ കഥയാണ്. എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ചെയ്തു കൊടുത്ത സ്വാലിഹായ ഒരു മനുഷ്യന്റെ കഥയാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കഥ ഒരു സൗകര്യവും ഇല്ലാതിരുന്ന ഏതാനും മുഅ്മിനീങ്ങളായ മൂന്നാമത്തെ ഒരു കഥ ഭൗതികവും ആത്മീയവുമായി വിച്ചുകൊണ്ട് മറികടന്ന ഖിളിർ അലൈഹിസ്സലാം എന്ന ഒരു മനുഷ്യന്റെ കഥയാണ്. 3 കഥയാണ് അൽ-കഹ്ഫിൽ. ഒരു വെള്ളിയാഴ്ച അൽ-കഹ്ഫ് ഓതിയാല് അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് നൂറായിരിക്കുമെന്നാണ്. നൂറ് എന്ന് പറഞ്ഞാൽ ഈമാനാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹുൻ അൽ മിസ്ബാഹു ഫീ സുജാജ. നൂറ് ഈമാന. ഒരു വെള്ളിയാഴ്ച അൽ-കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവനിക്ക് നൂറായിരിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം ആ 2 വെള്ളിയാഴ്ച ഇടയിലോ മൗത്താകാണെങ്കിൽ ഈമാനോടുകൂടെ അല്ലാതെ മൗത്താവൂല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ അൽ-കഹ്ഫിൽ 3 കഥ ഉണ്ട്. ഒന്ന്, എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നൽകിയിട്ടുള്ള മക്കന്നാഹും ഫിൽ അർള്, ഭൂമിയിൽ തംകീൻ നൽകിയ ദുൽഖർനൈനി എന്ന രാജാവിന്റെ കഥ. അപ്പൊ ഉണ്ടോ ഇല്ലേ എന്നുള്ള എല്ലാ പ്രശ്നം. ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ ഖൽബ് എവിടെ നിൽക്കുന്നു എന്നതാണ് പ്രശ്നം. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 470കളിലാണ്, 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് സ്വന്തമായിട്ട് കപ്പലുണ്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, കച്ചവടവും ബിസിനസ്സുകളും ദിക്റുല്ലാഹയെ തൊട്ട് ശുഗലാക്കാൻ പാടില്ല. അങ്ങനത്തെ മനുഷ്യനാണ് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. 40 കൊല്ലം വഅദ് പറഞ്ഞിട്ടുണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. 40 കൊല്ലം വഅദ് പറഞ്ഞു. ഞാൻ ദർസ് പഠിക്കുന്ന കാലത്ത് അബ്ദുറഹ്മാൻ ഫൈലി ഉസ്താദിന്റെ നാട്ടിൽ വഅദ് പറയാൻ വന്നിട്ടുണ്ട്. ഞാൻ ദർസ് പോയിരുന്ന കാലത്ത് ഗൗസുൽ ആലം 40 കൊല്ലം വഅദ് പറഞ്ഞു. 25 കൊല്ലം കറങ്ങി നടന്നു. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയനായകൽ കേട്ടാരേയിരുന്നോവർ. 40 കൊല്ലം 40 റ്റാണ്ടോളം വഅദ് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 90 കൊല്ലം ജീവിച്ചു. 90 വയസ്സ് വരെ ജീവിച്ചു. 25ാമത്തെ വയസ്സിൽ നാട്ടു. 25 കൊല്ലം കറങ്ങി നടന്നു. 50 വയസ്സ്. 40 കൊല്ലം വഅദ് പറഞ്ഞു. 90 വയസ്സ്. അതിൻ്റെ ഇടയിൽ കച്ചവടമുണ്ട്. അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയമുണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിന്. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന രാഷ്ട്രീയക്കാരനുമാണ് ആര്? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അത് ഞമ്മക്ക് പറഞ്ഞ തന്നെയാണ് എന്നർത്ഥം, അല്ലാതെ ഞമ്മക്ക് പറയാത്ത കാര്യമൊന്നുമല്ല. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിലും പങ്കുചേർന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ബിസിനസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഔലിയാക്കളിലെ ഉന്നത സ്ഥാനീയനാണ്. ഔലിയാക്കളിൽ ഒരാൾ ഗൗസുൽ ആലമിന്റെ അപ്പുറത്ത് കണ്ട് പോകൂല്ല. എല്ലാ ഔലിയാക്കളും മഹാനവറുകളുടെ കീഴിലാണ്. കുത്തുബാണ്, ഗൗസാണ്, ഏറ്റവും ഉന്നതനായ ആളാണ്. അതോടൊപ്പം ബിസിനസ്സുകാരനാണ്, അതോടൊപ്പം രാഷ്ട്രീയക്കാരനാണ്, അതോടൊപ്പം വഅദും പറയും. ഇങ്ങനെയാണ്. അല്ലാതെ ഒന്നിന് കുറച്ചാൾക്കാരും വേറൊന്നിന് കുറച്ചാൾക്കാരും അല്ല. എല്ലാവർക്കും വലിയാകാം, അധ്വാനിക്കാൻ തയ്യാറായാൽ മതി. കച്ചവടക്കാരനാവാം, സൂപ്പർ മാർക്കറ്റിനാവാം, ജോലിക്കാരനാകാം, വരുമാനമുള്ളവനാകാം, വരുമാനം ഇല്ലാത്തവനാകാം. വറഗട്ടുകാരന്റെ മകന് വലിയാകാം എന്നതിന്റെ തെളിവാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ്. മോശാക്കാൻ പറഞ്ഞല്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ വറഗ് വെട്ടുകാരനാണ്. കാട്ടിൽ പോയി മരം വെട്ടി അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് റൊട്ടി വാങ്ങി കഴിക്കുകയും ബാക്കി സ്വതക്ക നൽകുകയും ചെയ്തിരുന്ന ആളാണ് അബൂ സ്വാലിഹ് എന്ന മഹാനവറുകളുടെ പിതാവ്. അറബി മുൻഷിന്റെ മകന് വലിയാകാമെന്നതിന്റെ തെളിവാണ് അത്തിപ്പറ്റ ഉസ്താദ്. ആർക്കും വലുതാകാം, ഇന്നാൾക്കേ വലുതാകാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അധ്വാനിക്കാൻ തയ്യാറാവണം.
നുബുവത്തല്ലാത്ത മുഴുവൻ കാര്യവും അധ്വാനിച്ചാൽ നേടാം. നബി ആവാൻ കഴിയില്ല, അതൊരാളുടെ അധ്വാനം കൊണ്ട് കിട്ടണമല്ല. അതിൽ താഴെയുള്ള ഏതും അധ്വാനിച്ചാൽ നേടാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണ്. അതിന്റെ മുമ്പിൽ ഒരു തടസ്സവും ശരിക്കില്ല. അധ്വാനത്തിന് മുമ്പിൽ ഒരു തടസ്സവും ഇല്ല. അതുകൊണ്ട് വരുമാനം വേണം, ബിസിനസ് വേണം, ജോലി വേണം, എല്ലാം വേണം. ദുനിയാവും ഹസനത്തായിരിക്കണം, ആഖിറവും ഹസനത്തായിരിക്കണം.